ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ റിക്രൂട്ട്മെന്റ് ആണ്. ബാങ്ക് ഓഫ് ബറോഡ റിക്രൂട്ട്മെന്റ് 26 ഇത് എഞ്ചിനീയർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേരിയസ് പോസ്റ്റ്, വളരെ ബൾക്ക് ക്വാണ്ടിറ്റി പോസ്റ്റ് ഉണ്ട്. പക്ഷേ എഞ്ചിനീയർമാർക്ക്, നിങ്ങൾക്ക് BE പാസ്സായവർക്ക്, BTech പാസ്സായവർക്ക്, ME പാസ്സായവർക്ക്, MTech പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. IT എഞ്ചിനീയർമാരെയാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. BE, BTech, ME, MTech പഠിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഏജ് ലിമിറ്റ്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്താണ്? SC, ST, OBCക്ക് ഏജ് റിലാക്സേഷൻ എന്ത് കിട്ടും? ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ എന്താണ്? ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ സാലറി എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മനസ്സിലാവും. നിങ്ങൾക്ക് വളരെയേറെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണുവാൻ പറ്റുന്നത്. അതായത് 3 ഗ്രേഡിലാണ് അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ നടക്കുന്നത്. ഒന്ന് MM ഗ്രേഡ് 1, MM ഗ്രേഡ് 2, MM ഗ്രേഡ് 3. റിക്രൂട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഓൺ റെഗുലർ ബേസിസ്. നിങ്ങളുടെ റെഗുലർ ബേസിക് ജോബാണ്, പെർമനന്റ് ജോബാണ്, അല്ലാതെ ടെമ്പററിയോ അല്ലാതെ കോൺട്രാക്ട് ബേസിക്കിലോ ഉള്ള ഒന്നുമല്ല. പെർമനന്റ് ജോബാണിത്. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, SBI കഴിഞ്ഞ രണ്ടാമത്തെ ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയിൽ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടും. ഇത് ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ ജോബ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം. നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു ജോബ് നമുക്ക് സ്റ്റാഫ് ആകുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് ഉള്ളിലേക്ക് പോകാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓൺലൈൻ രജിസ്ട്രേഷനോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം 30/1/2026, 30-ാം തീയതി, ജനുവരി 30-ാം തീയതി സ്റ്റാർട്ടായി 19 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഈ മാസം 19-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇവിടെ അത് വലിയ കാര്യങ്ങളില്ല, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അത് നിങ്ങൾ പഠിച്ച് നോക്കിയാൽ മതി. നോക്കി ഇവിടെ എന്തുമാത്രം വേക്കൻസിയാണ് വരുന്നത്. നിങ്ങൾക്ക് MMGS 3 എന്നുണ്ട്, MMGS 2 ഉണ്ട്, MMGS 1 ഉണ്ട്. അതായത് ഓരോ ഗ്രേഡാണ്. MMGS ഗ്രേഡ് 3, MMGS ഗ്രേഡ് 2, MMGS ഗ്രേഡ് 1. അതായത് ഈ ഒരു MMGS 1 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അതുപോലെ തന്നെ MMGS 2 നിങ്ങൾക്ക് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവിടെ 3 വർഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ്. ഇവിടെ 5 വർഷത്തെ മിനിമം 5 വർഷം എക്സ്പീരിയൻസ് വേണം. ഇതാണ്. അപ്പം നമുക്ക് ഒരു പറ്റിയ, ഞാൻ ഇവിടെ കൂടുതലായി ഞാൻ പ്രതിപാദിക്കുന്നത് MMGSന്റെ ആ ഒരു വേക്കൻസിയാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ്. നിങ്ങൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ MMGS 2 ഗ്രേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5 വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ MMGS 3 ഗ്രേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വേക്കൻസിക്കും ഇതിനു മുന്നേ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ വേക്കൻസി ആണെന്ന് നോക്കാം. ഇവിടെ ഇത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ പൊസിഷൻ പറയുന്നുണ്ട്, ഗ്രേഡ് സ്കെയിൽ പറയുന്നുണ്ട്. അതായത് ഈ ഗ്രേഡ് സ്കെയിലിന്റെ നിങ്ങൾക്ക് ഇതിന്റെ അനുസരിച്ച് പേയ്മെന്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ നിങ്ങൾ MMGS ഗ്രേഡ് 3 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ആയിരിക്കും. MMGS ഗ്രേഡ് 2 നിങ്ങൾക്ക് അതിൽ കുറവായിരിക്കും ശമ്പളം. അതുപോലെ തന്നെ MMG ഗ്രേഡ് 1 നിങ്ങൾക്ക് ഇതിലും സാലറി, ഏറ്റവും കുറവ് സാലറിയാണ്. പക്ഷേ വളരെ നല്ല വേക്കൻസിയാണ്. നിങ്ങൾ ആരും ഉപേക്ഷ വിചാരിക്കരുത്. ഇതിനെപ്പറ്റിയുള്ള ഞാൻ ആദ്യം വേക്കൻസി, നിങ്ങൾ വിചാരിക്കും നോക്കി എത്ര പേജിലായി വേക്കൻസി കിടക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ഇനി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയരുത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു പക്ഷെ എനിക്ക് ഇതുവരെ വേക്കൻസി വന്നില്ല, ഗവൺമെന്റിന്റെ വേക്കൻസി വന്നില്ലെന്ന് പറയാൻ ഇടയാക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യണം, മിസ്സപ്പ് ആക്കരുത്. അത് എനിക്ക് 4 പേജിന്റെ വേക്കൻസിയായി ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ ചെന്ന് ഈ വേക്കൻസി നോക്കാം. ഇപ്പൊ സീനിയർ മാനേജർ ഡെവലപ്പർ, ഇത് MMGS 3 ആയി. ഇതിനകത്ത് നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ആ ഒരു കാര്യം MMGS 3 to 1 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പൊ MMS 3 ഇതിനകത്ത് 28 വേക്കൻസി ഉണ്ട്. SC STക്ക് എത്രയുണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജർ ഡെവലപ്പർ ഫുൾ സ്റ്റാക്ക് ജാവ, ഇത് S3-2 ഇത് MMGS 2 ഗ്രേഡ് 2 27 വേക്കൻസി ഉണ്ട്.
അപ്പം ബാക്കിയുള്ള SC ST OBC EWS ടോട്ടൽ 27 വേക്കൻസി. അപ്പൊ നിങ്ങൾ ഈ ഓരോന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് സീനിയർ മാനേജറിന്റെ എത്രയാണ്, മാനേജർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ എന്താണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ JMG S1 നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ വേക്കൻസി നോക്കുമ്പം ആ ഒരു എക്സ്പീരിയൻസിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് മേലോട്ട് വരാം. ഇവിടെ ഓരോ കാര്യങ്ങൾ വരെ പ്രത്യേകം പറയുന്നുണ്ട്. ഓരോ നോക്കി എത്ര പേജിന്റെ വേക്കൻസിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യണം. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളൊന്നും നമുക്ക് വരാറില്ല. ഡീറ്റെയിൽ ഓഫ് പൊസിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. 418 വേക്കൻസി ഉണ്ട്. 418 വേക്കൻസി. സീനിയർ മാനേജർ ഡെവലപ്പറുടെ ഞാൻ ആദ്യം കാണിച്ച് ഗ്രേഡ് MMGS 3 ആണ്. വേക്കൻസി 28 വേക്കൻസി ഉണ്ട്. മിനിമം നിങ്ങൾക്ക് 27 വയസ്സായിരിക്കണം, മാക്സിമം 37 വയസ്സ്. ഇതിൽ നിങ്ങൾക്ക് SC ST OBC മറ്റുള്ളവരുടെ കൺസിഡറേഷൻ താഴെയുണ്ട്. അത് ഞാൻ പറയാം അതിനെപ്പറ്റി. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ജനറലായിട്ട് നിങ്ങൾക്ക് മിനിമം 27 വയസ്സും മാക്സിമം 37 വയസ്സും നിങ്ങൾക്ക് അലൗഡ് ആണ്. ഇത് ഫുൾ ടൈം BE BTech MTech ME MCA ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് പഠിച്ചവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് മണ്ടറേറ്ററി എന്താ പറയുന്നത്, മിനിമം 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ് ഇത് MMGS ഗ്രേഡ് 3 ആണ്. അതിനകത്ത് 5 വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. ഇനി MMGS 2-ന്റെയോ 3-യുടെയോ പറയുന്നില്ല, MMGS 1-ന്റെ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇവിടെ 3 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏജ് 22 തൊട്ട് 32 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ മണ്ടേറ്ററി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം BE BTech MTech ME MCA ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ, പ്രിഫേർഡ് സർട്ടിഫിക്കറ്റ് ഇൻ ജാവ. ഇത് പ്രിഫേർഡ് ആണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഏജും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരു അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പല പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാ പോസ്റ്റും റിജക്റ്റ്, നിങ്ങൾ ചെയ്യുന്ന അപ്ലൈ എല്ലാം റിജക്റ്റ് ആയി. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പോസ്റ്റിന് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാൻ ഈ പേജുകളൊക്കെ ഇത്രയും പേജ് ഞാൻ പറയാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. നോട്ടിഫിക്കേഷനെല്ലാം ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഇത് അപ്ലൈ ചെയ്യാൻ സുഖമായിട്ട്. ഇവിടെ നമ്മൾ താഴോട്ട് വരികയാണെന്ന് നോക്കി എത്ര പേജിലെ വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. ഇത് തീർന്നിട്ടില്ല, താഴോട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള നോട്ട് തന്നിട്ടുണ്ട്. റോൾ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ച് ഇത് പറയുന്നുണ്ട്. മാനേജർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 13 വേക്കൻസി ഉണ്ട്. ഓഫീസർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 7 വേക്കൻസി ഉണ്ട്. മാനേജർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ 23 വേക്കൻസി ഉണ്ട്. ഓഫീസർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ 6 വേക്കൻസി ഉണ്ട്. സീനിയർ മാനേജർ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ 3 വേക്കൻസി ഉണ്ട്. സീനിയർ മാനേജർ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ 13 വേക്കൻസി ഉണ്ട്. അങ്ങനെ ഒരുപാട് 418 വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നിങ്ങളുടെ ഏജ് കൺസിഡറേഷനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതാ നോക്കേണ്ടത്. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതർ ബാക്ക്വേർഡ് ക്ലാസസിന് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, നിങ്ങൾ അംഗവൈകല്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജനറലിൽ 10 വർഷത്തെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 13 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 15 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസുമാരാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ EWSന് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. OBCക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. SC STക്ക് 10 വർഷത്തെ. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ₹850 രൂപയാണ് നിങ്ങൾ EWS OBC കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ജനറൽ EWS OBC കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് 175 രൂപ നിങ്ങൾക്ക് SC ST PWD ESM DESM ആൻഡ് വുമൺ ലേഡീസിനും ഇതിനകത്ത് പേയ്മെന്റ് 175 രൂപയുള്ളൂ. ഇന്ത്യയിലുള്ള ഏത് ബ്രാഞ്ചിലും അവർക്ക് നിങ്ങൾ സെലക്ഷൻ ആയാൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ സ്കെയിൽ ഓഫ് പേയ്മെന്റ് പറയുന്നുണ്ട്. MMGS1 ഗ്രേഡ് 1-നുള്ളതാണ് ഈ പറയുന്നത്. അതായത് 1 വർഷത്തെ എക്സ്പീരിയൻസുകാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് 48,480 തൊട്ട് നിങ്ങൾക്ക് 85,920 വരെ നിങ്ങൾക്ക് പേ സ്കെയിലാണ്. അതുപോലെ തന്നെ MMG2 നിങ്ങൾക്ക് ഇത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. 64,820 തൊട്ട് നിങ്ങൾക്ക് 93,960 വരെ നിങ്ങൾക്ക് പേയ്മെന്റ്. പിന്നെ MMGS3 നിങ്ങൾ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 64,820 തൊട്ട്
93,960 വരെ നിങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ട്. MMGS 3-യിൽ നിങ്ങൾക്ക് 85, ഇത് നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 85,920 തൊട്ട് 1,05,280 വരെ നിങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ട്. ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, നിങ്ങൾ സിവിൽ സ്കോർ കുറയാൻ പാടില്ലാത്തവർ, അതാണ് നിങ്ങളുടെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. നിങ്ങൾ ലോൺ എടുത്ത് അത് അടച്ചില്ല, അതിനകത്ത് മിസ്റ്റേക്ക് വന്ന് അല്ലെങ്കിൽ അടച്ചില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോർ കുറയും. അങ്ങനെ കുറയാൻ പാടില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് 650 സിവിൽ സ്കോർ വേണം. സിവിൽ സ്കോർ 650 വേണോ, 650 അതിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. അപ്ലൈ ചെയ്യുന്നതിന് 850 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനു മുന്നേ ഇത് കാര്യങ്ങൾ നോക്കണം. ഈ ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഏജ്, എക്സ്പീരിയൻസ് മാച്ച് ആകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് 2 or 3 ആവർത്തി നിങ്ങൾ വായിച്ച് കൺഫേം ചെയ്തിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. 850 രൂപ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രൊവിഷൻ പീരീഡ് ഉണ്ട്, 12 മാസത്തെ പ്രൊവിഷൻ പീരീഡ് ഉണ്ട്. ഇനി സർവീസ് ബോണ്ട് ഉണ്ട് നിങ്ങൾക്ക്. അതായത് സർവീസ് ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ 3 വർഷം കമ്പൽസറി ആയിട്ട് വർക്ക്, നിങ്ങൾ സെലക്ഷൻ ആയാൽ 3 വർഷം കമ്പൽസറി ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ല നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ, അതല്ല നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ കമ്പനി വിടുകയാണെങ്കിൽ, നിങ്ങൾ രാജിവെക്കുകയാണെങ്കിൽ, റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പിന്നുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. ഇതൊന്നും അത് അത്ര കാര്യമുള്ള കാര്യമല്ല. നിങ്ങളുടെ നാഷണാലിറ്റി നമ്മൾ ഇന്ത്യനാ, നമ്മൾ പുറത്തു നിന്നുള്ളവരൊന്നുമല്ല. ഇവിടെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ആ ഓൺലൈൻ ടെസ്റ്റിൽ ഇതൊക്കെ റീസണിങ് വരും, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫഷണൽ നോളേജ്. ഇപ്പൊ ഈ ഒരു പരീക്ഷയെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ബുക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കുക. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഫ്ലിപ്കാർട്ടിന്റെ ആ ബുക്കിന്റെ അത് ഞാൻ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ബുക്ക് അവിടെ നിന്ന് വായിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് വാങ്ങിച്ചിട്ട് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. ഇവിടെ പറയുന്ന എക്സാമിനേഷൻ സെന്റർ, നമ്മുടെ എക്സാമിനേഷൻ സെന്റർ അത് നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്, എറണാകുളത്ത് ഇവിടെ ഉണ്ട്. എറണാകുളത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം. അതിനുവേണ്ടി നിങ്ങൾ എങ്ങും പോകണ്ട. നമ്മുടെ കേരളത്തുകാർക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് നിങ്ങൾക്ക് എക്സാം സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വേക്കൻസിയും കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് എറണാകുളത്ത് എക്സാം സെന്റർ വെച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെ അധികം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ എന്റെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ കാണിക്കാം, ഇവിടെ അവരുടെ വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു അപ്ലൈ ഓൺലൈൻ ത്രൂ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ അത് ഞാൻ അവിടെ ചെന്ന് അപ്ലൈ എങ്ങനെയാ ചെയ്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ മറ്റുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി സമയം കളയുന്നില്ല. പിന്നെ ഒരു മെയിൻ കാര്യം, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID കൊടുക്കുക. കാര്യം നിങ്ങൾ സെലക്ഷൻ ആകുകയാണ്, അല്ല നിങ്ങളുടെ ഇന്റർവ്യൂ, നിങ്ങൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു കോൾ ലെറ്റർ വരുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഇമെയിലാണ് വരുന്നത്. അതുകൊണ്ട് ആ ഇമെയിൽ ID നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.